അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക അത് അവരുടെ ഇഷ്ടം. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനം ഉണ്ടെങ്കിൽ AC ബസ്സോ അല്ലെങ്കിൽ AC ട്രെയിനോ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ, പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി കിട്ടുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമല്ല, ഇങ്ങനെ എന്നെ ചെലവാക്കുക. ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം അദ്ദേഹം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിൽ തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കളന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. വെബ് സീരീസിനകത്ത് സൂചിച്ചോടെ 4 എപ്പിസോഡ് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമല്ലോ. ഞാൻ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാൻ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ. അഭിനയിച്ച രേണുസുതി അല്ല ഇന്ന് അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളും ദിവസങ്ങളും പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ, അതുകൊണ്ടായിരിക്കും വ്യത്യാസം. ഓക്കെ, ഏജ് കൂടിയതിന്റെ വ്യത്യാസം ഈ അഭിനയത്തിൽ ഉണ്ടോ അതോ തന്റെ? ഞാൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമാ നടനോ നടിമാരോ ഒന്നും അല്ല. എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആകെയുള്ള സിനിമാ ബന്ധം സൂചിച്ചേട്ടനുമായിട്ടുള്ള ഒരൊറ്റ ബന്ധമാണ്. കലയുമായിട്ടുള്ള അടുപ്പം അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കും, സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്ക്, അതല്ലാതെ ഒരു അടുപ്പമില്ല കലയായിട്ട് അടുപ്പമില്ല. പക്ഷെ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ് അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ്. ഞാൻ ഒരു ശോഭന ചേച്ചിയല്ല, നയൻതാര ചേച്ചിയല്ല, മഞ്ജു ചേച്ചിയല്ല, ആരുമല്ല. ഞാൻ രേണു സുധി ആണ്. എങ്ങനെയാണ് അഭിനയിക്കുന്നത്? സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കേട്ടല്ലോ, പുതിയ സിനിമ. തീർച്ചയായിട്ടും. പോസ്റ്റർ ഇറങ്ങില്ല, എന്റെ ഫോട്ടോയുണ്ട്. ജിൻഡോ, ബിഗ് ബോസ് താരം ജിൻഡോ, ബിഗ് ബോസ് താരം രജിത്തേട്ടൻ, ഞാന്, നന്ദകിഷോർ സാറ്, ഇവരൊക്കെ ഉള്ള ഒരു സിനിമ. ഇന്ന് പോസ്റ്റർ ഇറങ്ങി, നമ്മുടെയൊക്കെ പോസ്റ്റർ ഇറങ്ങി. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോ? എന്തും തോന്നാം. ഓക്കെ, സിനിമ ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്? അതായത് ത്രില്ലർ ആണോ അതോ എങ്ങനെയാണ്? ഈ സിനിമ ഒരു സിനിമയാണോ? ഹോട്ടല്ല, ഒരു നല്ലൊരു കഥയാണ്. അത് വെറൈറ്റി കഥയാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് കാരണം അത്ര സസ്പെൻസ് ആണ്. ഓക്കെ, താങ്കളുടെ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോട് അഭിനയിക്കില്ല. ഓരോ ആൽബങ്ങൾ ഇപ്പൊ ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാട്ട് കരിമിഴി കണ്ണാലെ, കുണുങ്ങി അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട്. മനുഷ്യനായിട്ട്, അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കരിമണി കണ്ണാലെ, അതായത് അമ്പലത്തിലെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ ഇത് തുടി കൊട്ടുന്ന പയ്യൻ. അത് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും. ചിരിക്കട്ടെ, എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ചിരിച്ചോട്ടെ, നെവർ മൈൻഡ്, എനിക്കതൊന്നും വിഷയമല്ല. സത്യത്തിൽ കരയുമല്ലോ. ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയ രംഗങ്ങളല്ലേ? അതായത് ഭയങ്കരമായ പ്രണയം തോന്നുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന, അവൻ അങ്ങനെ അല്ല, പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു, പിന്നെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു, ഒരുമിക്കുന്നു, ഞാൻ തേച്ചിട്ട് പോകുന്നു, ഞാൻ വേറെ കെട്ടുന്നു. ഇതാണ് ആൽബം. ഓക്കെ, ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും. എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളുള്ളത് കാണിക്കും. ഇനി നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലൊരു നടിയാവണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു, അതെനിക്കറിയത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ എന്റെ ഇതേ അല്ലത്. സിനിമാ നടി ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല. അവര് ഫുൾ സപ്പോർട്ടാണ്, എല്ലാ ബന്ധുക്കളും. ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ശരി. ഭയങ്കര ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നോണ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയം ഒന്ന് പറയാമോ? പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും കളിയാക്കുന്ന ഒരു എനിക്കറിയത്തില്ല. ഞാൻ ആരെയും കളിയാക്കുന്നില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യർ
നവ്യ നായർ, അതെ, ശോഭന, അവരൊന്നും നമ്മൾ അഭിനയ നടനം എന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ, ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ, മമിത, ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ. താങ്കളെ അപ്പൊ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അഭിനയം ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ. ഞാൻ സ്വീകാര്യത തന്നെയാണ്, എന്തും സ്വീകരിക്കും. ജനങ്ങളെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ജനങ്ങളെ കാണിക്കാനാണ് ചെയ്യുന്ന അഭിനയം. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാലോ. പറഞ്ഞോട്ടെ. നിലയിൽ ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, എനിക്ക് പേഴ്സണൽ അഭിപ്രായങ്ങളില്ല. ഞാൻ ജനങ്ങൾ താങ്കളെ കുറിച്ച് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞോട്ടെ. അതെ, ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ, അക്സെപ്റ്റബിൾ ആണ്. രേണു, നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഇനിയുണ്ടോ? ഇനിയുണ്ട്. കർത്താവേ, പറയാതെ വയ്യ, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ രേണു ഉത്തരം പറഞ്ഞേ പറ്റൂ. പറയാതെ വയ്യ, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഓക്കെ, തുടങ്ങാം. റെഡിയാണോ ഫൈറ്റ് ചെയ്യാൻ? സുധിച്ചേട്ടന്റെ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയത്തില്ല. എനിക്കറിയില്ല, കാരണം അവരുടെ മനസ്സ് എനിക്കറിയത്തില്ല. എനിക്ക് അവരുടെ മനസ്സ് അറിയത്തില്ല എന്ന് പറയുന്നത് അറിയണ്ടേ? അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല. ഞാൻ എന്നെ ഒരുപാട് പേര്, സുധിച്ചേട്ടൻ മരിച്ചവന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് ഞാൻ എങ്ങനെ അറിയുന്നത്? അവരോടൊക്കെ എപ്പോഴും താങ്ക്സ്. നല്ല മനസ്സായതുകൊണ്ടല്ലേ താങ്കളെ സഹായിച്ചത്. അവര് നല്ല മനസ്സുള്ളവരായോണ്ട് തന്നു. ഞാൻ അഭിനയിക്കുന്ന അവർക്ക് വേദനയാന്ന് എനിക്ക്. നിങ്ങൾക്ക് സ്ഥലം തന്ന ആള് ഏതോ ഒരാളുടെ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. അയാൾ പറയുന്നത് അവർക്ക് തൊട്ടടുത്തുണ്ട്. ഇന്നലെയും മിണ്ടിട്ട്, ഇന്ന് രാവിലെയും കണ്ടു മിണ്ടിയിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ല, ഞാനത് കണ്ടിട്ടില്ല. ആ വോയിസ് ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. രേണു സുധിക്ക് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത്? എനിക്ക് ആരും സ്ഥലം തന്നിട്ടില്ല. എനിക്ക് ആരും സ്ഥലം തന്നില്ല. എന്റെ പേര് സ്ഥലം എനിക്ക് രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും തന്നിട്ടില്ല. താങ്ക് യു. സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ ഒതുങ്ങാനാ? എനിക്കറിയത്തില്ല. സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ. ഞാനെന്തിനാ? എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാ. രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതിയല്ല. മാലപ്പടക്കത്തിന് തിരികൊടുത്ത പോലെ ആണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേരെ വേദനിപ്പിക്കുന്നു എന്ന് മക്കളെ വേദനിപ്പിക്കുന്നു. എന്റെ മക്കളെ വേദനിപ്പിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത്? അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലും. ബെസ്റ്റ് മൂത്ത മോൻ 20 വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ച് നിർത്തുന്നത്. നടന്നതുവാ. അവന് ഞാൻ പോക്കറ്റ് മണി തരില്ല, നിന്നെ ഞാൻ നോക്കില്ല, കാര്യങ്ങളൊന്നുമില്ല, താങ്കളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വേണ്ട. അതെ അതെ, അങ്ങനെ ഒരു പേടിപ്പീരൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. അമ്മ മോൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര എടാ പോടാ ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സോ അങ്ങനെ ലൈവിൽ വന്നപ്പോൾ ആരാണ്ട് തൊട്ടപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവനെ എന്റെ ചേച്ചി, സ്വന്തം ചേച്ചി. നിങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെയാണോ? കുടുംബത്തോടെ ഇങ്ങനല്ല, ഒരാളെ തന്നെ ഇങ്ങനെ ഇട്ട് പറയുമ്പോഴത്തേന് വീട്ടുകാരും കൂടെ ദേഷ്യപ്പെടും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. രേണുസുതി മനഃപൂർവ്വം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു, കൂടുതൽ കാലം സോഷ്യൽ മീഡിയയിലെ തണലിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു? ഇല്ല, ഞാൻ മനഃപൂർവ്വം ഒരു കണ്ടന്റ് സൃഷ്ടിക്കുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീൽ ഇടുന്നു. അതും എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത് എനിക്ക് തോന്നുന്ന ഞാൻ ഒരു കണ്ടന്റും, ഞാൻ ഇന്ന് വരെ ഒരു കണ്ടന്റ് മേക്കറും അല്ല. ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതും കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു, ഞാൻ വ്ളോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു, അതൊരു കണ്ടന്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയുടെ തണലിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെയാ? അത് ജീവിച്ചോണ്ടിരിക്കുവല്ലേ, ഞാൻ പറഞ്ഞിട്ട് ജീവിക്കുന്നതല്ലോ. പറയുന്നു സോഷ്യൽ മീഡിയ എനിക്ക് എന്റെ പാഷനാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിക്കാൻ. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് 24 മണിക്കൂർ ഇതിന്റെ തണലിൽ ജീവിക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ലെന്നാണ് കഞ്ഞി തരുന്ന ഒരിക്കലും ഇല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കാമെന്നില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോ എന്നെ എടുത്തെറിയാം ആൾക്കാർ നാളെ, ചിലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നു, രണ്ടും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി